ഹലോ. അപ്പോൾ ഉച്ച കഴിഞ്ഞ് നമുക്ക് ഓടാൻ ഇറങ്ങാൻ പോകണ്ട. യൂബർ ഓൺ ചെയ്തിട്ടില്ല. ഇപ്പം സമയം 4:45. അപ്പോൾ 5 മണിയാകുമ്പോഴത്തേക്ക് പോവുള്ളൂ. ഞാൻ നിസ്കരിച്ചിട്ടില്ല, പള്ളിയിൽ പോയിട്ട് വേണം പോകാനായിട്ട്. അപ്പം നമ്മുടെ വണ്ടി നിന്നൊന്ന് കഴുകാനുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ സംഭവം വെള്ളിയാഴ്ച സ്കൂൾ ട്രിപ്പ് കഴിഞ്ഞിട്ട് വന്ന് ഇട്ടേക്കണതാണ് ഇവനെ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കഴുകിയിട്ടും കാര്യമൊന്നുമില്ല കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ മഴയാണ്, മഴയത്ത് ചെളി അടിച്ച് കയറും. ഇത് ബ്ലോക്ക് തുറയാനാണ് ഇത്തിരി. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ അകവും കണ്ടോ. അപ്പോൾ ഓട്ടോറിക്ഷ ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പള്ളിയിൽ പോവാണ്. പള്ളിയിൽ ഇപ്പോൾ വൈഫിൻ്റെ വീട്ടിലാണുള്ളത് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് അവരുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു തൈക്കാവുണ്ട്. പട്ടയിൽ തൈക്കാവ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ആ തൈക്കാവിലാണ് ഇപ്പോൾ നമ്മൾ അസർ നിസ്കരിക്കാൻ പോകണം കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് വേണം വന്ന് യൂബർ ഓൺ ചെയ്ത് പോകാനായിട്ട്. ഇതാണ് കേട്ടോ തൈക്കാവ്. വലിയ പള്ളിയുടെ കീഴിലുള്ള തൈക്കാവാണ്. എന്തായിക്കാ എന്തുള്ള വിശേഷം? അസ്സലാമു അലൈക്കും. അപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്ന് ഇതേ വണ്ടിയിലോട്ട് കയറി പോകാമെന്ന് ഓർത്തേക്കാണ്. യൂബർ ഓൺ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇനി നല്ല നല്ല ഓട്ടങ്ങളൊക്കെ കിട്ടട്ടെ എന്ന് വിചാരിക്കാം. ഞായറാഴ്ച അതിൻ്റെ പേരിൽ വലിയ പ്രതീക്ഷയൊന്നുമില്ല, എന്നാലും പറയാൻ പറ്റില്ല. അപ്പോൾ പോയി നോക്കാം. അപ്പോൾ ഊബർ ഓൺ ചെയ്തപ്പോൾ തന്നെ ഞങ്ങളുടെ ഇവിടെ ഒരു കൽക്കിടെക് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്, പുതുവാങ്ങുന്നെന്ന് പറയും. അപ്പോൾ അവിടെ നിന്ന് ഒരു ഇടനാടക്ക് ഒരു ഓട്ടോ അടിച്ചിട്ടുണ്ട്. അപ്പോൾ കസ്റ്റമറെ പോയി പിക്ക് ചെയ്യട്ടെ. നമ്മൾ ഈ കസ്റ്റമർ കയറണതും അവരിറങ്ങണതൊന്നും നമ്മൾ എടുക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എല്ലാവർക്കും ഇഷ്ടമായിക്കൊള്ളണമെന്നൊന്നുമില്ലല്ലോ. വീഡിയോയിൽ എല്ലാവർക്കും വന്നതൊന്നും ചിലപ്പോൾ ഇഷ്ടമാകണമെന്നൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ പേരിലാണ് കേട്ടോ നമ്മൾ ആരും കയറണതും ഇറങ്ങണതൊന്നും നമ്മൾ എടുക്കാത്ത. അവർ പോവാം, അവരെ പിക്ക് ചെയ്യുന്ന സ്ഥലവും നമ്മളവർ ഡ്രോപ്പ് ചെയ്യുന്ന സ്ഥലമാണ് നമ്മളതിൽ കാണിക്കാറ്. നമുക്ക് കിട്ടുന്ന ഓട്ടങ്ങളാണ് കാണിക്കാറ്. അപ്പോൾ അതാണ് അവരാരും കാണിക്കാത്ത കേട്ടോ. അപ്പോൾ ആ ഓട്ടം പോയി എടുക്കട്ടെ. അപ്പോൾ നമ്മൾ ആ മേഡത്തിനെ ഒന്ന് ഡ്രോപ്പ് ചെയ്തേക്കുന്നത് എടനാട് ഒരു അമ്പലത്തിൻ്റെ അടുത്താണ് കേട്ടോ. അവർ അവിടെ നിന്ന് ഇറങ്ങി പോയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ആ ഓട്ടത്തിൽ തന്നെ നമുക്ക് കുന്നരക്ക് നെടുവന്നൂരിൽ നിന്ന് ഒരു ഓട്ടം അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അവരുടെ ലൊക്കേഷനിലോട്ട് പോട്ടെ. അപ്പോൾ നമുക്ക് നെടുവന്നൂരിൽ നിന്ന് അടിച്ച ട്രിപ്പ് കുന്നുകര MES-ലാണ് കേട്ടോ. അപ്പോൾ ആ ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് മന്നത്തേക്ക് ഒരു ഓട്ടോ അടിച്ചിട്ടുണ്ട്. കുന്നുകരയിൽ നിന്ന് തന്നെ മന്നത്തേക്ക് ഒരു ഓട്ടോ അടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ കൊണ്ടുവന്ന് ആക്കി ആ കൊച്ചിനെ MES-ൽ കുന്നുകര MES-ലാണ് ആക്കിയേക്കണേ കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നേരെ മന്നത്തേക്കുള്ള ട്രിപ്പ് എടുക്കട്ടെ. അതെടുത്തിട്ട് കാണാം. MES-ൻ്റെ അവിടെ നിന്ന് ഓട്ടോ അടിച്ച് നമ്മൾ പോകുന്നത് ഇവിടെയുള്ള മറ്റേ മന്നത്ത് മാക്കനായിൽ എന്താ പറയുക, അവരെ കൊണ്ട് ഡ്രോപ്പ് ചെയ്തപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ചേർത്തി അവിടെ നിൽക്കുന്നത് കുടുംബശ്രീ കൂടണവരോട്. അപ്പോഴാണ് അറിയണ അവരുടെ അയൽവക്കക്കാരിയാണ് നമ്മൾ കൊണ്ടുവന്നത്. കാരണം അവരുടെ വീട് ഫ്രണ്ട് വശത്തും ഇവരുടെ ബാക്ക് വശത്തും. അപ്പോൾ വഴി രണ്ടും വ്യത്യാസമുണ്ട്. മറ്റേ വഴിയാണെങ്കിൽ എനിക്ക് അറിയാൻ പറ്റില്ല ഇവരുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണെന്നുള്ളത്. പക്ഷേ ഇവർ വന്നത് ചേർത്തിയുടെ വീടിൻ്റെ ബാക്ക് വശത്താണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വഴി മനസ്സിലായില്ല. ഈ ആളോടെ കുടുംബശ്രീ കൂടാൻ നിന്ന് ഞാൻ കൈയൊക്കെ കാണിച്ചപ്പോഴാണ് എന്നെ കാണുന്നത്. അങ്ങനെ ഓടിയൊന്നും സംസാരിച്ച് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഒരു ചെറിയ വഴിയാണ്, എന്തോരം വണ്ടി തന്നെ അവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം നിൽക്കാനൊന്നും പറ്റില്ല, അത് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ അതേ മന്നത്തു നിന്ന് ഞാൻ നേരെ ആലുവ ലൊക്കേഷൻ ഇട്ടിട്ടുണ്ട്, അങ്ങോട്ട് പോട്ടെ. നമ്മളപ്പോൾ അവിടെ നിന്ന് തിരിച്ചു വന്ന വഴിക്ക് കോട്ടപ്പുറത്ത് എത്തിയപ്പോൾ നമുക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലാറ്റ്, കോട്ടച്ച് എന്ന് പറഞ്ഞൊരു ഫ്ലാറ്റ്. ഈ ഫ്ലാറ്റിൽ നിന്നാണ് നമുക്ക് ഇപ്പോൾ ഓട്ടോ അടിച്ചേക്കണത്. അത് തോട്ടക്കാട്ടിലേക്കാണ്ട് അടിച്ചേക്കണം. കസ്റ്റമറെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ. അപ്പോൾ അവരെ കൊണ്ടുപോയി തോട്ടക്കാട്ടിലാക്കണം. അപ്പോൾ നമ്മൾ കോട്ടപ്പുറത്ത് നിന്ന് എടുത്ത ട്രിപ്പ് അത് മറ്റേ ആ ഫ്ലാറ്റിൽ നിന്ന് എടുത്ത ട്രിപ്പ് അത് പറവൂക്കോലൊക്കെ കയറുന്നിട്ടാണ്. അവിടെ അവരെ കൊണ്ടുവന്ന് ആക്കി ആ ട്രിപ്പ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ മഗ്‌രിബ് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ആലുവയിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി പള്ളി കയറിയിട്ടാണ് ഇനി അടുത്ത ട്രിപ്പ് എടുക്കണുള്ളൂ. അപ്പോൾ പള്ളി കയറാമെന്ന് ഓർത്താണ്. നമ്മുടെ ആലുവയിലാണ് കേട്ടോ. അതേ ഇവിടെ അമ്പലത്തിൻ്റെ ആർച്ചും പള്ളിയുടെ ആർച്ചും തൊട്ടടുത്ത് തന്നെയാണ്. ഈ പള്ളിയുടെ ആർച്ചും അതിൽ തൊട്ടടുത്ത് തന്നെ അമ്പലത്തിൻ്റെ ആർച്ചും. ഇവിടെ നല്ല മതസൗഹാർദ്ദമാണ്. അപ്പോൾ അതിൻ്റെ ഇതിലാണ് ഇവിടെ
ഇത് വർഷങ്ങൾ കാലങ്ങൾ അനവധിയായിട്ടുള്ള ആളും ഈ പള്ളിയും ഇവിടെ തൊട്ടപ്പുറത്ത് അമ്പലവും. അപ്പോൾ നമ്മുടെ ട്രിപ്പ് കഴിഞ്ഞിട്ടാ ഇന്ന് അവസാനിപ്പിച്ച് ഒരു പറവൂരിൽ നിന്ന് വന്നപ്പോൾ ഒരു 3-4 ട്രിപ്പ് വേറെ കിട്ടിയായിരുന്നു. പക്ഷേ അതൊന്നും നമുക്ക് വീഡിയോയിൽ എടുക്കാൻ പറ്റില്ലായിരുന്നു കേട്ടോ, തിരക്കായി പോയി. അപ്പോൾ ഇപ്പോൾ നമുക്ക് ലാസ്റ്റായിട്ട് കിട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുന്നത്തേരിയിൽ നിന്ന് ഇവിടെ ചെങ്ങമ്മനാട് പാലപ്പുറശ്ശേരിക്ക് കിട്ടിയായിരുന്നു. അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ പിള്ളേർക്ക് എന്താ പറയുക പൊറോട്ട വേണമെന്ന് പറഞ്ഞ് വിളിച്ചവന്മാർ. അപ്പോൾ അതേ ഒരു ഹോട്ടലിൽ ഇവിടെ പറമ്പത്തുള്ളൊരു ഹോട്ടലിൽ കയറിയിട്ട് പൊറോട്ട വാങ്ങിക്കാമെന്ന് ഓർത്തൊക്കെയാണ്. അപ്പോൾ അവിടെയാണ് ഇപ്പോൾ നിൽക്കണം നമ്മൾ. ഹോട്ടൽ ആര്യാസിൻ്റെ തൊട്ടിപ്പുറത്താണ് നിൽക്കണം. അപ്പോൾ ഇന്ന് കുഴപ്പമുണ്ടായില്ല കേട്ടോ, നമ്മൾ പ്രതീക്ഷിച്ച പോലെ അല്ലായിരുന്നു. ഞാൻ വിചാരിച്ച ഞായറാഴ്ച വൈകിട്ട് എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് കിട്ടാറുള്ളൂ, പക്ഷേ എന്താണെന്നറിയില്ല ഇന്നിപ്പോൾ അത്യാവശ്യം വൈകിട്ട് ഓട്ടങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇനി നാളെ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അൽ സഫ ഹോട്ടൽ അപ്പോൾ പൊറോട്ട വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഇവിടെ നമുക്ക് നിർത്താം. ഓക്കെ.